സോ അവസാനത്തെ സ്റ്റെപ്പാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സസ്. നമ്മളിങ്ങനെ പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ റീകോംബിനൻ്റ് DNA ഹോസ്റ്റ് സെല്ലിൽ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ റീകോംബിനൻ്റ് DNA അല്ലെങ്കിൽ ഫോറിൻ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ പ്രോഡക്റ്റ്, ഡിസൈഡ് പ്രോഡക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മളതിനെ എക്സ്ട്രാക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നത്, അതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. സോ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ബയോസിന്തറ്റിക് സ്റ്റേജ് ഇതിൻ്റെ ആ പ്രൊഡക്ഷൻ മാക്സിമം നമ്പർ ഓഫ് റീകോംബിനൻ്റ് DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ബയോളജിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ബയോസിന്തറ്റിക് ആണ്. സോ ബയോ പ്രോഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ബയോസിന്തറ്റിക് സ്റ്റേജ് ദ പ്രോഡക്റ്റ് ഹാസ് ടു ബി സബ്ജക്റ്റഡ്. ഈ കിട്ടുന്ന പ്രോഡക്റ്റ് ബയോസിന്തറ്റിക് സ്റ്റേജിലൂടെ, അതായത് ബയോളജിക്കലായിട്ട് സിന്തസൈസ് ചെയ്ത് ഉണ്ടാകുന്ന ആ പ്രോഡക്റ്റുകൾ പിന്നെ ഒരുപാട് പ്രോസസ്സുകൾ, സീരീസ് ഓഫ് പ്രോസസ്സുകളിലൂടെ കടന്നു പോവേണ്ടതായിട്ടുണ്ട്. അതാണ് ആഫ്റ്റർ ബയോസിന്തറ്റിക് സ്റ്റേജ് ദ പ്രോഡക്റ്റ് ഹാസ് ടു ബി സബ്ജക്റ്റഡ് ത്രൂ എ സീരീസ് ഓഫ് പ്രോസസ്സ്. ഒരുപാട് പ്രോസസ്സുകളിലൂടെ ഈ പ്രോഡക്റ്റ് കടന്നു പോയാൽ മാത്രമേ, ആ പ്രോസസ്സുകളിലൂടെ മാത്രമേ നമുക്ക് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ചെയ്ത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. സോ ബിഫോർ മാർക്കറ്റിംഗ് ആസ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാറ്റുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബയോസിന്തറ്റിക് സ്റ്റേജിലൂടെ കിട്ടുന്ന ആ പ്രോഡക്റ്റിനെ ഒരുപാട് പ്രോസസ്സുകളിലൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സോ അത് അത്രയേ ഉള്ളൂ. ആ പ്രോഡക്റ്റുകളെ 1 by 1 ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ട് വേണം മാർക്കറ്റ് ചെയ്യാൻ. അതിനെ പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സ്. സോ ഡൗൺ സ്ട്രീം പ്രോസസ്സിൽ വരുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന് സെപ്പറേഷൻ. നമ്മുടെ ഈ കൾച്ചറിൽ നിന്ന് നമ്മളതിനെ പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അതിനെ പ്യൂരിഫൈ ചെയ്യുന്നു. സോ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ആണ് 2 പ്രോസസ്സുകൾ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ടുഗദർ പറയുന്നത് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. സോ നമ്മുടെ ഈ പ്രോഡക്റ്റിനെ ആ കൾച്ചറിൽ നിന്ന്, ബയോ റിയാക്ടറിൽ നിന്ന് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, കൾച്ചറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്നു. സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞ 2 പ്രോസസ്സുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. സോ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോഡക്റ്റിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ്, അതിന് വേണ്ട ഓരോ പ്രോഡക്റ്റും ഓരോ തരത്തിലുള്ളതായിരിക്കും. അതാത് പ്രോഡക്റ്റിന് വേണ്ട പ്രിസർവേറ്റീവ്സ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്, അതിനെ കേടുവരാതെ ഇരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തുകൊണ്ട് അതിനെ ഫോർമുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ മാർക്കറ്റിങ്ങിന് മുമ്പ് നമ്മൾ ഓരോ പ്രോഡക്റ്റിനും എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ, അതിനനുസരിച്ചുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത് അതിനെ ഫോർമുലേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഫോർമുലേഷൻസ്, ഇങ്ങനത്തെ ഫോർമുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിനും പലതരത്തിലുള്ള ഫോർമുലകളാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. സോ ഫോർമുലേഷൻസ് അണ്ടർ ക്ലിനിക്കൽ ട്രയൽസ് ഇൻ ദ കേസ് ഓഫ് ഡ്രഗ്. സോ ഈ ബയോടെക്നോളജിയുടെ പ്രോഡക്റ്റ്, റീകോംബിനൻ്റ് DNA പ്രോഡക്റ്റ് ഒരു ഡ്രഗ് ആണെങ്കിൽ, ഒരു മെഡിസിനൽ പർപ്പസ് ഉള്ള ഒരു ഡ്രഗ് അല്ലെങ്കിൽ വാക്സിനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് ക്ലിനിക്കൽ ട്രയൽസിലൂടെ പോകണം. അതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയെങ്കിലും, അതെങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. സോ ക്ലിനിക്കൽ ട്രയൽസിലൂടെ പോയാൽ മാത്രമേ അങ്ങനത്തെ ഒരു ഫോർമുലേഷൻസ് ആണ് ഡ്രഗ്സിന് വേണ്ടത്. സോ ഓരോ പ്രൊഡക്റ്റിനും പലതരത്തിലുള്ള ഫോർമുലേഷൻസ്, ചില ഫോർമുലേഷൻസിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം, ചില ഫോർമുലേഷൻസിൽ ഡ്രഗ്സ് പോലെയുള്ള പ്രോഡക്റ്റുകൾക്കാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനത്തെ ഫോർമുലേഷൻസിൽ നമ്മളതിനെ ക്ലിനിക്കൽ ട്രയൽസിലൂടെ കൊണ്ടുപോകണം, പലതരത്തിൽ അതിനെ ട്രൈ ചെയ്ത് നോക്കണം ക്ലിനിക്കലായിട്ട്. ഇനി സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഈസ് റിക്വയർഡ്. ഏത് പ്രോഡക്റ്റിനാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി സ്ട്രിക്റ്റായിട്ട് നമ്മൾ എൻഷുർ ചെയ്യണം. സോ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ്. സോ ഈ കിട്ടുന്ന പ്രോഡക്റ്റ് അത്രയും ക്വാളിറ്റി ഉള്ളതാണ്, നമ്മൾ കൊടുത്ത ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന ആ ഡിസൈഡ് പ്രോട്ടീൻ അഥവാ റിക്കോംബിനൻ്റ് പ്രോട്ടീൻ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തന്നെയാണെന്ന് നമ്മൾ ക്വാളിറ്റി അതിൻ്റെ ചെക്ക് ചെയ്യണം. സോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് എല്ലാ പ്രോഡക്റ്റിനും നിർബന്ധമാണ്.
അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങും അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ്. ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൽ നമ്മൾ പറഞ്ഞ 2 പ്രോസസ്സുകളാണ്. ഒന്ന് ഇതിൽ നിന്ന് കൾച്ചറിൽ നിന്ന് ബയോറിയാക്ടറിൽ നിന്ന് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, അതിനുശേഷം ആ പ്രോഡക്റ്റ് പ്യൂരിഫൈ ചെയ്തെടുക്കുക. സോ പ്യൂരിഫിക്കേഷനിലും ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിലും ഒരുപാട് ഫോർമുലേഷൻസിലൂടെ കടന്നു പോകണം. ഒരു ഡ്രഗ്സ് ആണെങ്കിൽ ക്ലിനിക്കൽ ട്രയൽസ്, അല്ലെങ്കിൽ ചില ഫോർമുലേഷൻസ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെ ഏത് തന്നെ ആയിക്കോട്ടെ, ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡ്രഗ്സിനാണെങ്കിൽ അതിന് ക്ലിനിക്കൽ ട്രയൽസ് ആണ്, ക്വാളിറ്റി കൺട്രോളും. എല്ലാ പ്രോഡക്റ്റിനും ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് വേണം. സോ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആയ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ടെസ്റ്റിങ്ങും വേരി ഫ്രം പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ്. ഓരോ ബയോടെക്നോളജി അല്ലെങ്കിൽ ഈ പിന്നെ റീകോംബിനന്റ് DNA ടെക്നോളജിയിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ സർവീസസിന് വേണ്ടിയുള്ള ഓരോ പ്രോഡക്റ്റുകൾക്കും ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ്, ഓരോ പ്രോഡക്റ്റിൽ നിന്നും മറ്റൊരു പ്രോഡക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിന് വേണ്ട ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ആയിരിക്കില്ല വേറൊരു പ്രോഡക്റ്റിന് വേണ്ടത്. അതുപോലെ ഒരു പ്രോഡക്റ്റിന് വേണ്ട ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ആയിരിക്കില്ല വേറെ. സോ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായ രീതിയിലുള്ള ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങും ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓരോ പ്രോഡക്റ്റിനും അത് വേരി ചെയ്തിരിക്കും. ഏത് രണ്ടും? ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങും ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിങ്ങും. സോ ഇങ്ങനെ നമ്മൾക്ക് ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു റീകോംബിനൻ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രോഡക്റ്റ് നമ്മൾ കൊടുത്ത ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് തരത്തിലുള്ള അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഡിസൈഡ് പ്രോട്ടീൻ അഥവാ റീകോംബിനൻ്റ് പ്രോട്ടീൻ നമുക്ക് ഹോസ്റ്റ് സെല്ലിൽ മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് ആ ഹോസ്റ്റ് സെല്ല് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ലാർജ് സ്കെയിൽ ബയോറിയാക്ടറിൽ വെച്ചിട്ടാണ് ആ ബയോറിയാക്ടറിൽ നിന്ന് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആയ അതിൻ്റെ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനിലൂടെ നമ്മൾ അതിനെടുത്ത് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിനുശേഷം അതിന് ക്വാളിറ്റി കൺട്രോളിലൂടെ കടന്നുപോയി, ക്ലിനിക്കൽ ട്രയൽസിലൂടെ കടന്നുപോയി, എന്നിട്ട് അതിനുശേഷം മാത്രമേ നമ്മളൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യുള്ളൂ. ഇങ്ങനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് ബയോടെക്നോളജിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്ന പ്രോഡക്റ്റുകളുണ്ട്. അങ്ങനെ നമുക്ക് അറിയുന്ന ഒരുപാട് വാക്സിൻസ്, ഡ്രഗ്സുകൾ, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഫീൽഡിൽ ഈ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സോ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഈ ബയോടെക്നോളജിയുടെ നമ്മളിപ്പോൾ പഠിച്ച ടെക്നിക്കലായിട്ടുള്ള എല്ലാ പ്രൊസീജിയറും വെച്ചിട്ട് അത് എങ്ങനെയാണ് ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നാണ് അടുത്ത ചാപ്റ്ററിൽ പറയുന്നത്.